ഓരോ കുട്ടികൾക്കും ബാബ് ദാദ ദിവസവും അമൃതവേളയിൽ വിശേഷിച്ച് ശക്തികൾ നൽകുന്നു. ആരാണോ അമൃതവേളയിൽ ശക്തികളും വിശേഷപ്പെട്ട വരദാനങ്ങളും സ്വീകരിക്കുന്നത് അവർ വിശേഷപ്പെട്ട തീവ്ര പുരുഷാർത്ഥിയായി മാറുന്നു. അമൃതവേളയ്ക്ക് മഹത്വം കൊടുക്കുക അർത്ഥം ബാബ് ദാദയുടെ സദാ ഹൃദയ സിംഹാസനധാരിയാകുക എന്നതാണ്. പല കുട്ടികൾക്കും അറ്റൻഷനുണ്ട്. അതിനാൽ ബാബ് ദാദ ദിവസവും അവർക്ക് വിശേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ആഹാ കുട്ടികളെ, ആഹാ.
എൻ്റെ സൂക്ഷ്മ സ്വരൂപത്തിൽ എൻ്റെ പരിസ്ഥ സ്ഥിതിയിൽ മഹാധാമമായ ഹിസ്റ്ററി ഹാളിലേക്ക് ഞാൻ നടക്കുകയാണ്. ബാബ്ദാദ ഈ ഹിസ്റ്ററി ഹാളിനെ കുറിച്ച് മഹാവാക്യം ഉച്ചരിച്ചിരിക്കുന്നത് വ്യർത്ഥ സങ്കല്പങ്ങൾ വരുമ്പോൾ ഒരു സെക്കൻഡിൽ ഹിസ്റ്ററി ഹാളിലേക്ക് മനസ്സുകൊണ്ടെത്തിച്ചേരും. ഈ ഹിസ്റ്ററി ഹാളിൽ ബ്രഹ്മാബാബയുടെ പാലനാ സ്വരൂപം ബ്രഹ്മാബാബയുടെ ആദിരത്നങ്ങളായ ഭഗവാന്റെ യജ്ഞത്തിലെ എന്റെ പൂർവികരായ ദാദിമാരുടെ ദാദമാരുടെ ചിത്രവും ചരിത്രവും കാണും. ഒരല്പസമയം ഇവിടെ ഏകാന്തതയിൽ മനസ്സർപ്പിച്ച് അവരുടെ ത്യാഗങ്ങളെയും അവരുടെ തപസ്സും അവരുടെ സേവനം സ്മരിക്കും കൃതജ്ഞതയോടെ. ഞാനും ഇത്രയും വലിയ അലൗകികമായ ഈശ്വരീയ കുടുംബത്തിലെ അംഗമാണ്. ലഹരിയോടെ സന്തോഷത്തോടെ ബ്രഹ്മാബാബയുടെ മമ്മയ്ക്കും അഭിമുഖമായി ഇരിക്കൂ. തന്റെ ഭാഗ്യത്തെ സ്മരി. സ്വയം ഭഗവാൻ
ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിലൂടെ സത്യവും സമ്പൂർണവുമായ ജ്ഞാനഗംഗ പ്രവഹിച്ച് ഈ മുഴുവൻ വിശ്വത്തിലേക്കും പ്രദാനം ചെയ്തത് ഇവിടെ നിന്നാണ്. ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിലൂടെ ജ്ഞാനഗംഗ പ്രവഹിച്ച ഉറവിടം ഈ ഹിസ്റ്ററി ഹാളാണ്. ഭാഗവതം രചിക്കപ്പെട്ടതും ഈ ഹിസ്റ്ററി ഹാളിലാണ്. ഞാൻ എത്ര ഭാഗ്യശാലി. ഭഗവാന്റെ അവതരണ ഭൂമി വരദാനി ഭൂമി ബ്രഹ്മാവിൻ്റെ ആദി രത്നങ്ങളുടെയും ത്യാഗഭൂമിയിലും കർമ്മഭൂമിയിലും ഞാൻ എത്തിച്ചേർന്നു. സൂക്ഷ്മത്തിൽ ബ്രഹ്മാബാബയുടെ അതിവിശാലമായ ഹിസ്റ്ററി ഹാളിൻ്റെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ചിത്രമൊന്ന് നോക്കൂ. ബാബ്ദാദ കണ്ണുകൾ കൊണ്ട് മധുരമായ മൗനത്തിന്റെ ഭാഷയിൽ പറയുന്നു, കുട്ടി, ഞാനുണ്ട് നിന്നോടൊപ്പം. ചിന്ത രഹിതമായിരിക്കും, ഭാരരഹിതമായിരിക്കും. എല്ലാ ചിന്തകളെയും എല്ലാ ഭാരങ്ങളെയും എനിക്ക് നൽകും. തന്റെ ഭാഗ്യത്തിന്റെ മാത്രം സംഗീതം പാടിക്കൊണ്ടേയിരിക്കും.
ഈ ഹിസ്റ്ററി ഹാളിൽ ബ്രഹ്മബാബ അവസാനമായി ഉച്ചരിച്ച ഒരു മഹാവാക്യം സ്മരിക്കൂ. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഞാനിപ്പോൾ ബാബയ്ക്ക് മുന്നിലിരുന്ന് എന്റെ നിരാകാരി സ്വരൂപത്തിന്റെ സ്ഥിതി വികാരങ്ങളുടെ അംശങ്ങൾ പോലും സമാപ്തമാക്കിയിരിക്കുന്ന നിർവികാരി സ്ഥിതി. ബ്രഹ്മബാബയെ പോലെ പരമപദം നേടിയപ്പോഴും ബ്രഹ്മബാബ നിരഹങ്കാരിയായി. ഞാനുമിതാ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കും തോറും ഞാനും നിരഹങ്കാരിയാണ്. ഈ ഹിസ്റ്ററി ഹാളിലിരുന്ന് ഈ 3 മഹാവാക്യങ്ങളുടെ സ്വരൂപമാകാം.
ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. പരമമാം ബിന്ദുവല്ലോ നിറഞ്ഞിരിപ്പൂ ഭൂവിൽ നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. അങ്ങു ദൂരെ വാഴുമാ ജ്യോതിയേ ഇങ്ങി ധരണിയിലെത്തിച്ചതും നീയേ. അങ്ങു ദൂരെ വാഴുമാ ജ്യോതിയേ ഇങ്ങി ധരണിയിലെത്തിച്ചതും നീയേ. ദ്വയമില്ലൊരിക്കലും ഒന്നായ നിങ്ങളിൽ അദ്വൈതരായി വാഴും ബാബ്ദാദയായി. ദ്വയമില്ലൊരിക്കലും ഒന്നായ നിങ്ങളിൽ അദ്വൈതരായി വാഴും ബാബ്ദാദയായി. അദ്വൈതരായി വാഴും ബാബ്ദാദയായി. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. നിറവോടെ നിന്നെ പകർത്തിയ ഞങ്ങൾക്കോ കിട്ടിയതീന്ദ്രിയ സുഖസാഗരം. നിറവോടെ നിന്നെ പകർത്തിയ ഞങ്ങൾക്കോ കിട്ടിയതീന്ദ്രിയ സുഖസാഗരം. ശാന്തിയും ശക്തിയും സുഖവുമെല്ലാമേകി ഭൂവിലെ ഞങ്ങൾ തൻ സോദരർക്കായി. ശാന്തിയും ശക്തിയും സുഖവുമെല്ലാമേകി ഭൂവിലെ ഞങ്ങൾ തൻ സോദരർക്കായി. ഭൂവിലെ ഞങ്ങൾ തൻ സോദരർക്കായി. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. പരമമാം ബിന്ദുവല്ലോ നിറഞ്ഞിരിപ്പൂ ഭൂവിൽ നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. നിറഞ്ഞു ശിവശക്തി നിന്നിലൂടവേ. ഉൾക്കൊണ്ടു ലോകം ബ്രഹ്മാവാം സർവസ്വത്തെ ഉള്ളത്തിൽ കുടിയിരുത്തിയ നിന്നുള്ളിലോ. ഓം ശാന്തി. നമുക്കിന്നത്തെ
ഫോളോ ഫാദർ പോയിന്റ്. ശിവബാബയ്ക്ക് സമാനം അശരീരി വിദേഹി നിരാകാരി ഭവ. ബ്രഹ്മബാബയ്ക്ക് സമാനം അവ്യക്ത സ്ഥിതി, ഫരിസ്ത സ്ഥിതി, ആകാരി സ്ഥിതി. ഈ രണ്ട് അഭ്യാസങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഹോംവർക്ക് തന്നിരിക്കണം. നമുക്ക് ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷാൽ സായം സന്ധ്യ തപസ്യ ആരംഭിക്കാം. വളരെ സഹജമായി നിരാകാരി സ്വരൂപത്തിലേക്ക് വരും. വളരെ ഈസിയായി. ഈ മാസം സഹജയോഗത്തിൻ്റെ മാസമാണ്. ബാബയുടെ ഓമന സന്താനമാണ് ഞാൻ. വ്യക്തത്തിൽ നിന്ന് അവ്യക്തത്തിലേക്ക് അവ്യക്തത്തിൽ നിന്ന് നിരാകാരി മൂല്യവദനവസ്യാകം. പരംധാമമാകുന്ന വീട്ടിൽ ബാബയുടെ അരികിൽ എല്ലാ ആത്മാക്കളും വീട്ടിലുണ്ട്. ബിന്ദുരൂപത്തിൽ ഒരു വൃക്ഷം പോലെ, തലകീഴായ വൃക്ഷസമാനം. എല്ലാവരും ബാബയ്ക്ക് ചുറ്റിലും ഇരിക്കുന്നുവെങ്കിലും ഞാൻ ബാബയുടെ അരികിൽ അതിസമീപത്തിരിക്കുന്ന വിശേഷ തിളക്കമുള്ള നക്ഷത്രമാണ്, ആത്മനക്ഷത്രം. സ്പെഷ്യലാണ് ഞാൻ. ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈശ്വരൻ്റെ ദൃഷ്ടി പതിച്ച പരമഭാഗ്യശാലി. ഭാഗ്യത്തിൻ്റെ സ്മൃതിയുടെ തിളക്കം എന്നെ എല്ലാ ആത്മാക്കളിൽ നിന്നും വേറിട്ടതും ബാബയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാബയുടെ
ലൗലീനമായി സ്നേഹത്തിലലിഞ്ഞ് ഭഗവാനാകുന്ന പ്രകാശരൂപത്തിൽ പ്രകാശക്കടലിൽ സ്നേഹത്തിൻ്റെ പ്രകാശക്കടലിൽ മുങ്ങി താഴുകയാണ്. ബാബയിൽ മുങ്ങുന്നതോടെ ഈ മുങ്ങലിൽ എനിക്കൊരു പുതിയ ജന്മത്താൽ ഒരു പുതിയ ജീവിതം കിട്ടുകയാണ്. പുതിയൊരു അവബോധത്തോടെ പൊങ്ങുകയാണ് ഞാൻ. ഞാൻ ഭഗവാന്റെ ഹരിമസന്താനം. പ്രിയ സന്താനം, ഞാനൊരു ജ്യോതിർബിന്ദുവാണ്.
ബോധമണ്ഡലം പൂർണ്ണമായും പരിവർത്തന വിധേയമാക്കുകയാണ്. സ്മൃതിയിലും സ്ഥിതിയിലും വൃത്തിയിലും ദൃഷ്ടിയിലും പരിവർത്തനം വന്നയൊരു മാലാഖയായി മുന്നിൽ ഞാൻ മാലാഖമാരുടെ രാജാവായ ബ്രഹ്മബാബയെ കാണുകയാണ്. ബാബ ദൃഷ്ടിയിലൂടെ എന്നോട് സംസാരിക്കുകയാണ്. ഓളോ ഫാദർ, ബാബയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ എന്ത് ചെയ്തു അതേപോലെ കുട്ടിയും ചെയ്യും. ബാബയുടെ കണ്ണുകളിൽ ശിവബാബയാണ്. പരിധിയില്ലാത്ത ദൃഷ്ടി എന്നെയും എൻ്റെ ദൃഷ്ടികോണിനെയും അൺലിമിറ്റഡായ അവസ്ഥയിലേക്ക്, എല്ലാ പരിധികളിൽ നിന്നും എത്ര മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് ഞാനിരിക്കുന്നത്. ഓരോരോ മതിലുകളും തകർന്ന് തരിപ്പണമാക്കുകയാണ്. ദേഹം, ദേഹബോധം, ദേഹാഭിമാനം, ദേഹാഹങ്കാരം, ദേഹധാരി, ദേഹത്തിൻ്റെ ലോകം, നാടകത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, വൈഭവങ്ങൾ, എല്ലാ പരിധിയിൽ നിന്നും ഉയർത്തി എന്നെ എൻ്റെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക്
അതിവിശാലമായ കാഴ്ചപ്പാടിലേക്ക് ഞാൻ ബാബയുടേത്, സർവരും ബാബയുടേത്. ബാബ എൻ്റേത്. അതിനാൽ സർവരും എൻ്റേത്. ദൃഷ്ടിയിലൂടെ ബാബ എൻ്റെ സൃഷ്ടി പുനർസൃഷ്ടി നടത്തുകയാണ്. തപസ്വിയാക്കുകയാണ്. തപസ്വിയുടെ ദൃഷ്ടി, വൃത്തി, പ്രവൃത്തി ബാബയ്ക്ക് സമാനം പരിവർത്തനത്തിൻ്റെ ശക്തിയുള്ളിൽ ജാഗ്രത അവസ്ഥയിലേക്ക് ഉണരുകയാണ്. ആത്മാഭിമാനി അവസ്ഥ സ്വാഭാവിക സ്വഭാവമാക്കുന്നതിന് ബാബ എന്നെ സമ്പൂർണമായും തയ്യാറാക്കുകയാണ്. ശരിയായ മാലാഖ സ്ഥിതി. ലൈറ്റ്, ലൈറ്റ്, ലൈറ്റ്. ഈ ലൈറ്റ് അവസ്ഥ, ഭാരരഹിതമായ സ്ഥിതി ബ്രഹ്മബാബയെ പോലെ ഇനി എനിക്ക് കർമ്മമണ്ഡലത്തിലേക്ക് കർമ്മയോഗി ഫരിസ്തയായി കർമ്മം ചെയ്യണം. അതിനാണ് ബാബ ഇടയിലിടയിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, എല്ലാ 1 മണിക്കൂറിലും ഒരു 5 മിനിറ്റ്
മിനിമം 5 മിനിറ്റ്. ബാബ 10 മിനിറ്റാണ് ചെയ്യാൻ പറഞ്ഞത്. ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഈ അവ്യക്ത മാസത്തിലൊരു കൂട്ടായ്മയോടുകൂടിയ പുരുഷാർത്ഥം ആരംഭിക്കാം. എല്ലാ 1 മണിക്കൂറിലും ട്രാഫിക് കൺട്രോൾ 1 മിനിറ്റ് ചെയ്യുന്നത് 5 മിനിറ്റാക്കും. കഴിയുന്നവർ അത് 10 മിനിറ്റാക്കി ചെയ്യും. അഞ്ച് സ്വരൂപത്തിൻ്റെ അഭ്യാസമോ നിരാകാരി ഫരിസ്ത, ഈ 2 പ്രാക്ടീസെങ്കിലും ഏതെങ്കിലും ഒരു അഭ്യാസം അഞ്ച് സ്വരൂപത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാം വരും. നിരാകാരിയും ഫരിസ്തയും ദേവതയും എല്ലാം. നമുക്കൊരുമിച്ചിന്ന് ഈ സങ്കല്പം ദൃഢമാക്കാം. ഓരോ 1 മണിക്കൂറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും മിനിമം 5 മിനിറ്റ്, കഴിയുമെങ്കിൽ 10 മിനിറ്റ് 5 സ്വരൂപത്തിൻ്റെ ആഴമാർന്ന അഭ്യാസം ചെയ്യും. അഞ്ച് മിനിറ്റില്ലാത്തവർ ഒരു മിനിറ്റിലെങ്കിലും 5 സ്വരൂപവും 10 സെക്കൻഡ് പ്രാക്ടീസ്. ബാബയുടെ മക്കളായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സമയത്ത് ബാബ എന്ത് ശ്രീമതം തരുന്നു ആ ശ്രീമതത്തിലൂടെ സഞ്ചരിക്കാൻ ചുവട് വയ്ക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ചുവടുകളിൽ ബാബ്ദാദ ശിവബാബയെ ഒപ്പം ബ്രഹ്മബാബയെ രണ്ടുപേരുടെയും അപാരമായ സഹായം, അദൃശ്യമായ സഹായം ദൃശ്യമായി കൊണ്ടിരിക്കും. പക്ഷേ ചൂട് വയ്ക്കുന്നവർക്കേ സഹായം ദൃശ്യമാകുള്ളൂ. അത് നിയമമാണ്. കാരണം ഡ്രാമയിലെ നിയമത്തിലെ ബാബയും ബന്ധിതനാണ്. കർമ്മ നിയമത്തിനപ്പുറത്തേക്ക് ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മുടെ ആരുടെയും സഞ്ചിയിലൊന്നും ഇട്ട് തരാൻ ഭഗവാനും കഴിയില്ല. അതുകൊണ്ടാണ് ബാബ എപ്പോഴും മുരളിയിലൂടെ ഗുപ്തമായ പ്രേരണകൾ ആവർത്തിച്ച് പറയുന്നത്.
ലൗകിക രീതിയിൽ ഒരാൾക്ക് നമ്മളോട് എക്സ്ട്രാ സ്നേഹമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും അവർക്ക്. പക്ഷേ പരമാത്മാ പിതാ സമ്പൂർണമായും ബാബ കർമ്മ നിയമത്തിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെടില്ല ഒരിക്കലും. മനുഷ്യരായ നമ്മൾ സ്നേഹത്തിൻ്റെ പേരിലും മോഹത്തിൻ്റെ ചങ്ങലയിലും കാമത്തിൻ്റെ ചങ്ങലയിലും സ്നേഹത്തിൻ്റെ പേരിൽ ആസക്തികളുടെ ചങ്ങലയിലുമെല്ലാം ബന്ധിക്കപ്പെടാറുണ്ട്. അതുതന്നെയാണ് ആത്മാവിനെ ദുർബലമാക്കുന്ന ചങ്ങല. ആ ചങ്ങലകളുടെ ബന്ധനമാണ് പിന്നീട് നമുക്ക് ഫസ്റ്റ് ഉണ്ടാകുന്നത് ആത്മാവ് ദുർബലമായി പോകും. ജഗദീഷ് ഭായ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, വികാരം ഒന്ന് തന്നെയുള്ളൂ, അതിൻ്റെ പല രൂപമാണ് 5, 6, 10 അല്ല. കാമനകൾ, നിങ്ങളുടെ ഇച്ഛകളും അഭിലാഷങ്ങളുടെയും പല വൈകൃത രൂപമാണ്. അത് കാമമായിട്ടും ക്രോധമായിട്ടും ലോഭമായിട്ടും മോഹമായിട്ടും അഹങ്കാരവും അസൂയയുമെല്ലാം നിങ്ങളുടെ തന്നെ ഇച്ഛകളുടെ വൈകൃത രൂപങ്ങളാണ്. നമുക്ക് മക്കൾക്ക് ചെയ്യാനുള്ള പുരുഷാർത്ഥവും അത്ര മാത്രമേ ഉള്ളൂ. ചുവടിൻ്റെ മേൽ ചുവട് വയ്ക്കുക, അച്ഛൻ എന്ത് പറയണോ അത് ചെയ്യുക. അതുകൊണ്ട് ഈ തപസ്യ മാസത്തിൽ നമ്മൾ മക്കളുടെ ലക്ഷ്യം ഇതായിരിക്കണം. ബാബ അന്നന്ന് മുരളിയിൽ എന്ത് പറയണോ, ഫോളോ ഫാദർ പോയിൻ്റ് എന്താണ്, മുരളിയിലൂടെ നൽകുന്ന ശ്രീമതം എന്താണ്. ബാബയുടെ സ്മൃതി മണ്ഡപത്തിൽ ശാന്തി സ്തംഭത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രീമതത്തിലൂടെ ചലിച്ചാൽ നിങ്ങൾ ശ്രേഷ്ഠരാക്കും. അതേ ശ്രേഷ്ഠരാക്കും. പക്ഷേ ആ ബോധം വരാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. കാരണം നേരത്തെ പറഞ്ഞല്ലോ ബാബ, ദേഹാഭിമാനാണ് നമുക്ക് നാച്ചുറൽ നേച്ചറായിരിക്കണം. അതുകൊണ്ട് കുറച്ച് നമ്മൾ മന്മത്തിലും പരമത്തിലൊക്കെ സഞ്ചരിച്ചു നോക്കും. അതാണ് നമുക്കുള്ള മായ. മായയെ നമ്മൾ തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ പറഞ്ഞു, മായ റോയൽ രൂപത്തിലായിരിക്കും നമുക്ക് കൂടുതലും. അതുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോഴൊക്കെ നമുക്ക് തോന്നും ഐ ആം റൈറ്റ്, ആൾ ആർ റോങ്. ഞാൻ മാത്രമാണ് റൈറ്റ്, ബാക്കി ആരും ശരിയല്ല. ഇതാണ് ഏറ്റവും സൂക്ഷ്മ റോയൽ മായ. ഈ തപസ്യയിൽ നമുക്കെല്ലാവർക്കും ആ ഒരു ലക്ഷ്യം വയ്ക്കുക, ഇന്നത്തെ പോയിന്റ്. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് 10 മിനിറ്റ്, ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ്, പറ്റിയില്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും അല്ലേ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഈ സങ്കല്പ സഫലാക്കാം. എല്ലാവർക്കും ചേർന്ന് എല്ലാ 1 അവർ സ്റ്റാർട്ടിങ്ങിൽ ആരെവിടെയാണെങ്കിലും നിങ്ങൾ നോക്കൂ. 10 മിനിറ്റ് പറ്റിയില്ലെങ്കിൽ 5 മിനിറ്റ് നമുക്ക് തുടങ്ങാം. 5 മിനിറ്റും പറ്റിയില്ലെങ്കിൽ 1 മിനിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യൂ. വളരെ ബിസി ആയിട്ടുള്ള ടൈറ്റ് വർക്കുകൾ ചെയ്യുന്നവരാണെങ്കിൽ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ 1 മിനിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ 60 സെക്കൻഡ് ഉണ്ട്. അതിൽ 10 സെക്കൻഡ് ഓരോ അഭ്യാസം. പരംധാമത്തിൽ പോയിരിക്കുക, അല്പസമയം 10 സെക്കൻഡ് സത്യുഗി സ്മൃതി, 10 സെക്കൻഡ് നമ്മുടെ വരദാനി സ്വരൂപം. എല്ലാവർക്കും ശുഭാവന കൊടുക്കുന്ന സ്വരൂപം എന്ന് പറഞ്ഞില്ലേ ബാബ. അടുത്തത് നമ്മുടെ സംഗമയുഗി സർവശ്രേഷ്ഠ ബ്രാഹ്മണ ജന്മത്തിൻ്റെ സൗഭാഗ്യം സ്മരിച്ചുകൊണ്ട് ബാബയുടെ കൂടെ ഇരിക്കുക. നമ്മുടെ മാലാഖാസ്ഥിതിയിൽ അവ്യക്തവദനവാസിയായി 10 സെക്കൻഡ്.
5 സ്വരൂപം. പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് 5 സ്വരൂപത്തിനായി. അത് 5 മിനിറ്റ് ഉണ്ട്, അതെടുത്ത് ഉപയോഗിക്കും. സഹജമായി നമുക്ക് 5 സ്വരൂപത്തിൻ്റെ അഭ്യാസം ആ പാട്ടുപയോഗിച്ച് ചെയ്യാൻ പറ്റും. ചിന്തനം പോലും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെത്തിക്കോളും. ഇന്നത്തെ പ്രാക്ടീസ് ബാബ തന്നിട്ടുള്ളത് നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. നിരാകാരി, ഫരിസ്ത. ശിവബാബയ്ക്ക് സമാനം നിരാകാരി, ബ്രഹ്മബാബയ്ക്ക് സമാനം ഫരിസ്ത. മെഡിറ്റേഷൻ, ഇരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷനിലെല്ലാം നമ്മൾ നോക്കണം, എനിക്ക് ആത്മാനുഭൂതി, പരമാത്മാനുഭൂതി. അതാണല്ലോ നിരാകാരി സ്ഥിതി. ഫരിസ്ത സ്ഥിതി പറഞ്ഞ കർമ്മക്ഷേത്രത്തിൽ എത്രത്തോളം ഞാൻ ബ്രഹ്മബാബയെ പോലെ നിശ്ചിന്തനും ഭാരരഹിതനും നിർഭയനും നിസ്വാർത്ഥ ഭാവത്തോടെ, ഭാവനയോടെ ബ്രഹ്മബാബയുടെ ആ ഉയർന്ന കോൺഷ്യസ്നെസ്, അതാണ് കർമ്മയോഗി ഫരിസ്ത സ്ഥിതി പറയുന്നത്. രാവിലെ മുതൽ ഓടി നടന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കണം നമ്മളെ അകത്ത് നമ്മുടെ അവസ്ഥ. അതാണ് മാലാഖ സ്ഥിതി പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തെ അവസ്ഥയ്ക്കല്ല ബാബ പേരിട്ടിരിക്കണം. ബ്രഹ്മബാബ ഇരുന്ന് ഫരിസ്തയായി എന്നല്ല നമ്മൾ കേട്ടിട്ടുള്ള. ചലത്തെ ഫിർത്തെ കരം കർത്തെ കരം യോഗി ഫരിസ്ത. ബാബയുടെ പേര് തന്നെ അതാണ്, കർമ്മയോഗി ഫരിസ്ത. അപ്പോൾ ആ സ്ഥിതിയാണ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് കർമ്മം ചെയ്യുമ്പോഴത്തെ. ബാബ അത് മുരളിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ചെറിയ ജോലിയാകട്ടെ വലിയ ജോലിയാകട്ടെ, എത്ര വലിയ റെസ്പോൺസിബിലിറ്റി. ഞാൻ ബാബ ഉദാഹരണം പറഞ്ഞ്, ബ്രഹ്മാവിനോളം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. നമുക്കെന്തോ തോന്നുന്നു നമ്മൾ ചെയ്യണമൊക്കെ എന്തോ വലിയ, ഈ ലോകത്തിൻ്റെ മുഴുവൻ കോൺട്രാക്റ്റ് നമ്മുടെ തലയിലാണ്. അത് ബാബയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ തോന്നലാണ്. കാരണം എത്ര കൂടുതലാണോ ദേഹാഭിമാനം, അത്ര കൂടുതൽ നമുക്ക് തലയിൽ ഭാരം. ചെറിയ ജോലിയാണെങ്കിലും വലിയ ഭാരം നമ്മൾ തോന്നിപ്പിക്കുകയും ചെയ്യും. അതാണ് ദേഹാഭിമാനത്തിൻ്റെ പ്രത്യക്ഷ പ്രമാണമാണ്. ബിന്ദുരൂപത്തിൻ്റെ അഭ്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴും ബാബ ആ ശരീരീ സ്ഥിതിയുടെ അനുഭൂതി തന്നിട്ടുണ്ടാവും. എപ്പോഴെല്ലാം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ആ വിശേഷ അനുഭവം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ യോഗം ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴാണോ നല്ല അനുഭവം ഉണ്ടായത്, ആ അനുഭവത്തെ വീണ്ടും സ്മരിച്ചുകൊണ്ട് ആരംഭിക്കും. അപ്പോൾ വേഗം ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. പറയുമ്പോൾ സിസ്റ്റർക്ക് ഓർമ്മ വരണം, ഫസ്റ്റ് ഏറ്റവും ആദ്യം ബാബയുടെ അടുത്തുനിന്ന് ആ ആത്മസ്ഥിതിയുടെ അനുഭവം ഉണ്ടായ നിമിഷങ്ങൾ ഓർമ്മ വരികയാണ്. ഫസ്റ്റ് മധുബൻ പോയപ്പോൾ, ആദ്യമായിട്ട് ബാബയെ കാണാൻ പോയപ്പോൾ, ബാബയുടെ മിലനം 31 ഡിസംബറിലാണ് ആദ്യമായിട്ട് ബാബയെ കണ്ടത്. ആ സമയത്ത് ഡയമണ്ട് ഹാളിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി ബാബ വന്നിരിക്കുകയായിരുന്നു. ബാബ സ്വന്തം കൈകൊണ്ട് ഫ്ലാഗ് ഉയർത്തി ഇനാഗ്രേഷൻ ചെയ്യായിരുന്നു. ആ സമയത്ത് ബാബ ഭഗവാൻ എൻ്റേതാണെന്ന അനുഭൂതി, ബാബ എൻ്റേതാണെന്നുള്ള അനുഭൂതി ഇത്രയും ബാബ ആ ഹാളിലിരുന്ന എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും. എത്ര ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഈശ്വരൻ്റെ കമലഹസ്തങ്ങളാൽ കൈയില്ലാത്ത ആൾ കൈ ഉപയോഗിച്ച് ബാബയുടെ ധ്വജം, ശിവധ്വജം ഉയർത്തിക്കൊണ്ട് ബാബ ആ ഹാളിൻ്റെ ഇനാഗ്രേഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞു, മക്കളെല്ലാവരോടും പറയണം. കാരണം അന്നൊക്കെ ബാബ 12 മണിക്ക് ശേഷമേ പോവുള്ളൂ.
രാത്രി 12 മണിയുടെ ബാബ പിറ്റേ ദിവസത്തേക്കുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജും തന്നിട്ടേ ബാബ പോവും. ന്യൂ ഇയർ മെസ്സേജ്. ബാബ 6:30 വരും വൈകിട്ട്. അപ്പോൾ ബാബ പറഞ്ഞു, എൻ്റെ മക്കളെല്ലാവരോടും പറയണം, ബാബയുടെ കൂടെ നിങ്ങൾ 2 വർഷം ഉണ്ടായിരുന്നു. പഴയ വർഷത്തിൽ വന്നു, പുതിയ വർഷത്തിൽ നിങ്ങൾ പോണത്. ബാബ 2 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ബാബയുടെ കൂടെ 2 വർഷം ഉണ്ടായിരുന്നു. ബാബയുടെ അങ്ങനെയുള്ള മഹാവാക്യം കാതിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. ഭഗവാൻ നമുക്ക് നൽകിയ ആ അപൂർവ സമ്മാനങ്ങൾ. അതിനുശേഷം മിലൻ, ആദ്യത്തെ മിലൻ, അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാബയുടെ ആദ്യത്തെ മിലനത്തിലുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭൂതികൾ എന്താണെന്ന്. തീർച്ചയായും ബാബയുടെ മുന്നിൽ കണ്ണു നിറയാതെ നിങ്ങളാരും ബാബയുടെ മിലനം ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കണം. കണ്ണു നിറയുക അർത്ഥം ഗദ്ഗതം കൊണ്ട് വീർപ്പുമുട്ടാതെ ഒരാത്മാവും ബാബയുടെ സന്മുഖത്തുനിന്ന് മധുബന്ന് വന്നിട്ടുണ്ടാവില്ല. മണിക്കൂർ കണക്കിന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കും ബാബ വിട പറയുന്ന സമയത്ത്. ബാബയുടെ വേർപാട് ബാബ പോകുന്ന സമയത്ത് പാട്ടിടുമല്ലോ, ആപ്പ് ദൃഷ്ടി ഹോദിയെത്തി ബാബ പറഞ്ഞിട്ട്. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന അനുഭൂതി നിങ്ങൾ ബാബയുടെ അടുത്ത് സന്മുഖമിലനം ചെയ്ത കുട്ടികൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ബാബയുടെ ആദ്യത്തെ മിലനത്തിൽ തന്നെ ബാബ എന്ന് പറഞ്ഞില്ലേ, ബാബ എൻ്റേതാണ്, ഞാൻ ബാബയുടേതാണ്. പക്ക സീലടിച്ച് തന്നിട്ടാണ് പോണം ബാബ. സീലടിക്കാതെ ഒരു ആത്മാവും മധുബന്ന് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിലനത്തിന് ശേഷം ബാബയിൽ നിശ്ചയം വന്ന ഒരാത്മാവിന് ബാബ സ്വയം സീൽ ചെയ്തിട്ടാണ് വിടുക. നെക്സ്റ്റ് ഡേ, മിലനത്തിൻ്റെ പിറ്റേ ദിവസം ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹാളിലേക്ക് പോയി ഏറ്റവും ഫ്രണ്ടിൽ സോഫയിൽ പോയിട്ടിരിക്കുകയായിരുന്നു. കാരണം ബാബയുടെ മിലനത്തിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബാബയുടെ അടുത്തുനിന്ന് താഴെ വന്നിട്ടുണ്ടാവില്ല. ഒരു എന്താ പറയുക, നമുക്ക് ട്രാൻസിൽ പോകാൻ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഒരു സെമി ട്രാൻസ് അവസ്ഥയിൽ നമ്മുടെ മാനസികാവസ്ഥ ഇത്രത്തോളം ഒരു ബാബ പറയില്ലേ ഉബ്രാമ സ്റ്റേജിലായിരിക്കും. കാരണം ഭഗവാന്റെ ഡയറക്റ്റ് പരിപാലനയുടെ ദൃഷ്ടിയുടെ അല ദിവസങ്ങളോളം നീണ്ടു നിൽക്കും നമ്മളിൽ. നെക്സ്റ്റ് ഡേയിൽ ഞാൻ സോഫയിൽ പോയിരിക്കുമ്പോൾ അന്നാണ് ദേഹത്തുനിന്ന് വേറിട്ട ബിന്ദുരൂപത്തിൻ്റെ തികച്ചും ബിന്ദുവായി ബാബ പറയില്ലേ, അശരീരി വിദേഹി. ആ ശരീരീ സ്ഥിതിയുടെ വിദേഹി അവസ്ഥയുടെ അനുഭവം അതും ബാബ ഇത്രയും സീൽ ചെയ്ത് തന്നു. വിദേഹിയുടെ ഒരു ക്ലാസ് കേട്ടിട്ടോ ഒരു കമൻട്രി കേട്ടിട്ടോ അല്ല, സ്വയം ഭഗവാൻ ദേഹത്തിൽ നിന്ന് വേറിട്ട ആത്മാവ്, ഞാൻ വേറെ,
ആ നിരാകാര ജ്യോതിർബിന്ദു ആത്മസ്വരൂപത്തിൻ്റെ അനുഭൂതി ബാബ പ്രദാനം ചെയ്തു. അതേ ഡയമണ്ട് ഹാളിൽ. എത്ര സമയം ആ അവസ്ഥയിലിരുന്നു, എപ്പോഴാണ് ഹാളിലാണ് വന്നതെന്നോ, പിന്നീട് ആ അവസ്ഥയിൽ നിന്ന് താഴേക്ക് വന്ന് നോക്കുമ്പോൾ എപ്പോഴാണ് അവിടെ വന്നിരുന്നതെന്ന് പോലും അവ പറയില്ലേ. ആ സമയം നമ്മുടെ സ്ഥലകാലബോധം, ടൈമിനും സ്പേസിനും നമ്മൾ ഉപരിയായിരിക്കും. അനുഭൂതിയിൽ മുഴുകുമ്പോൾ വാച്ച് നോക്കില്ല നമ്മൾ യോഗം ചെയ്യുമ്പോൾ. യോഗം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ബിന്ദുരൂപത്തിൻ്റെയും അവ്യക്ത മാലാഖ സ്വരൂപത്തിൻ്റെയും പ്രാക്ടീസ് വീണ്ടും ചെയ്യാം. ബാബ എന്നതല്ലേ പറഞ്ഞത്, നിരാകാരി ഫരിസ്ത. ശിവബാബയും ബ്രഹ്മബാബയും ഫോളോ ചെയ്യാം. സഹജമായി, സ്വാഭാവികമായി വീടിൻ്റെ ഓർമ്മ കൊണ്ടുവരും. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ ഈ മുറിയിൽ നിന്നിറങ്ങി നിരാകാരി മുറിയിലേക്ക്, നിരാകാരി ലോകത്തിൽ. വീട്ടിൽ ബാബയുടെ മടിത്തട്ടിൽ വിശ്രമിക്കാം. നിരാകാരനായ അച്ഛൻ്റെ മടിയിൽ. ബാബയുടെ കിരണങ്ങളാകുന്ന കൈകൾക്കുള്ളിൽ അതീന്ദ്രിയമായ സുഖത്തിൻ്റെ ആട്ടുകട്ടിലിൽ ഈശ്വരീയ സുഖം നുകർന്ന് ഞാനും എൻ്റെ ബാബയും പ്രഭു പിതാവ്
അവയുടെ ലോകത്തിൽ ലൗലീനവസ്ഥയിൽ ബാബ തൻ്റെ പ്രകാശധാരയാൽ എന്നെ പൂർണ്ണമായും പരിപാവനമാക്കുകയാണ്. ദേഹബോധത്തിൻ്റെ ചലിയില്ല, വ്യക്തഭാവത്തിൻ്റെ ദുർഗന്ധമെല്ലാം ക്ലീൻ ചെയ്ത് ആത്മാവിലെ 63 ജന്മസംസ്കാരം ദേഹബോധ സംസ്കാരത്തിൻ്റെ മണ്ണും ചെളിയും, മണ്ണ് ബോധം ആഴത്തിൽ കിടക്കുന്ന സംസ്കാരം ബാബയോടുള്ള സ്നേഹം, ബാബയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയിൽ, പ്രേമാഗ്നിയിൽ പ്രഭുപ്രേമത്തിൻ്റെ പ്രകാശധാരയിൽ ആത്മാവിൽ സംസ്കാരതലത്തിൽ പരിവർത്തനമുണ്ടാക്കുകയാണ്. ആഴമാർന്ന പരിവർത്തനം. സമ്പൂർണ്ണ പരിവർത്തന ശക്തി ഭഗവാൻ വില്ലായി തരികയാണ്. ഇഷ്ടദാനമായി നൽകുകയാണ്. മാറ്റത്തിൻ്റെ അനുഭൂതി ബോധമണ്ഡലത്തിൽ ഞാൻ ഫീൽ ചെയ്യുകയാണ്.
പ്രഭു പ്രേമത്തിൽ ഇത്രയും ശക്തിയുണ്ട്. ബാബയുടെ കിരണങ്ങൾ എന്നെ വലയം ചെയ്ത് ആത്മാവിൽ സംസ്കാരതലത്തിലുണ്ടാകുന്ന പരിവർത്തനം എന്നെ പുതിയൊരാളാക്കുകയാണ്. ദേഹിയാണെന്ന അഭിമാനം, ഞാൻ ബാബയുടേതാണെന്ന അഭിമാനം, ആത്മാഭിമാനം. ഞാനൊരു ശുദ്ധ ചൈതന്യ ശക്തിയാണെന്ന അഭിമാനം ഉണർന്ന് ബ്രഹ്മബാബയ്ക്ക് സമാനമാകാൻ ബാബയെ അനുകരിക്കാനായി അവ്യക്തവദനവാസിയാകാം. ബാപ്ദാദയുടെ ദൃഷ്ടി സ്വീകരിക്കാം. മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്ന ദൃഷ്ടി. ഭഗവാന്റെ ദൃഷ്ടി എന്നെ ഭാരരഹിതമാക്കുകയാണ്. ബ്രഹ്മബാബയെ പോലെ നിശ്ചിന്താവസ്ഥ. ഒപ്പം ശക്തിയും പകരുകയാണ് ബാബ. ബാബയ്ക്ക് സമാനം നിർഭയനാക്കുകയാണ്. അചഞ്ചലമായ മാനസികാവസ്ഥയിലേക്ക് ബാബ എന്നെ ഉയർത്തുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി അത്രത്തോളം ശക്തിശാലിയാണ്. എൻ്റെ എല്ലാ ചിന്തകളെയും
ചൂഴ്ന്നെടുത്ത് കളഞ്ഞ് എന്നെ ഫ്രീ ആക്കി, തികച്ചും ഫ്രീ. കുഞ്ഞെ, ചിന്തകളെല്ലാം എനിക്ക് തരൂ. मैं बैठा हूं ना, ഞാനിരിക്കുന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിന് ചിന്തിക്കണം? मैं हूं ना, ഞാനില്ലേ? ബാപ്ദാദയോടൊപ്പം ഈ സായം സന്ധ്യയിൽ സർവപൂർവികരും ബാബയ്ക്ക് സമാനമായ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കിയ ബാപ് സമാൻ സ്ഥിതിയിൽ എത്തിച്ചേർന്ന സർവപൂർവികരായ മാലാഖമാരും ബ്രഹ്മബാബ, മമ്മ, ദാദിമാർ, സർവ മുതിർന്നവരും വർഷങ്ങളോളമുള്ളവരുടെ തപോമയ ദൃഷ്ടിയിലൂടെ ഈ സന്ധ്യാവന്ദന വേളയിൽ എനിക്ക് അവരെല്ലാവരും വന്ന് ദൃഷ്ടി തരാൻ പോകുകയാണ്. എൻ്റെ പുനർസൃഷ്ടി നടത്തുകയാണ്. ദൃഷ്ടിയിലൂടെ സൃഷ്ടി. നമുക്കെല്ലാവർക്കും ഓരോ പൂർവികരുടെയും മഹായോഗികളുടെയും മഹാതപസ്വികളുടെയും ബാപ് സമാൻ മാലാഖമാരുടെ എല്ലാം ഓരോരുത്തരുടെയും ദൃഷ്ടിയിലൂടെ നിരാകാരി സ്വരൂപത്തിൻ്റെയും ഫരിസ്ത സ്വരൂപത്തിൻ്റെയും അനുഭവം ചെയ്ത് വരദാനങ്ങൾ നേടാം. ഈ വരദാനി വേളയിൽ സമസ്ത വിശ്വത്തിലേക്കും വരദാനങ്ങൾ ഒഴുക്കാം. ദൃഷ്ടിയോഗം ചെയ്യാം നമുക്കിനി. ഓരോരുത്തരും വന്ന ദൃഷ്ടി തരുമ്പോൾ ദൃഷ്ടിയെടുത്തെടുത്ത് ബിന്ദുവാകും. ദൃഷ്ടിയെടുത്തെടുത്ത് മലാഖയാകും. ഈ രണ്ട് പ്രാക്ടീസും ചെയ്തുകൊണ്ടിരിക്കാം.
अरे शिव की याद रहेगी तब आँखों में समाया। अरे शिव की याद रहेगी तब आँखों में समाया वो होगा। हम धन्य तभी बन पाएंगे जब ऐसा प्रिय जीवन। अरे शिव की याद रहेगी तब आँखों में समाया वो होगा। हम धन्य तभी बन पाएंगे जब ऐसा प्रिय जीवन होगा। यहाँ हमारा तन होगा, वहाँ हमारा मन होगा। जहाँ होता है मानव का धन, वही होता है उसका मन। इसलिए परमात्मा ने बताया, मुझसे लगा लो अपना मन। हम सा नहीं कोई जमाने में, रचना रचता का ज्ञान जिसे। पर ऐसा भी बनना होगा, नहीं कभी अभिमान जिसे। यहाँ हमारा तन होगा, वहाँ हमारा मन होगा। ये दुनिया तो मायावी है, माया से भला कैसी यारी। अपने तो दो ही ठिकाने हैं, वैकुंठ दुनिया निराकारी। धुंधली